ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഗാർഡനിൽ നിറയെ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റോസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ്. ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ചെങ്കൽ കളർ സുന്ദരിയായിട്ടാണ്. ഇത് ബിസ്ക്കറ്റ് റോസാണ്. അടിപൊളി വെറൈറ്റിയാണ്. ഇത്തിരി വ്യത്യസ്തമായ ബാക്കിയുള്ള റോസിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ ഈ പൂവിൻ്റെ ഓരോ ടൈമിലുള്ള ഫ്ലവേഴ്സാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു മുട്ടിന് നല്ലൊരു ഡാർക്കായിട്ടുള്ളൊരു ഓറഞ്ചും ഒരു പീച്ച് ഷെയ്ഡും കൂടെ ചേർന്നിട്ടായിരിക്കും വരുന്നത്. ഇതാണ് അതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം റയർ ടൈപ്പാണ്. നമുക്ക് ഒരുപാട് അങ്ങനെ കിട്ടാറില്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ. ഏകദേശം ചിലപ്പോൾ മാത്രമേ നമുക്ക് 1-2 പീസൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് ഇപ്രാവശ്യം കുറച്ച് ലോഡിൽ കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഇതിൻ്റെ കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അവൈലബിലിറ്റി വളരെ കുറവാണ്. അങ്ങനൊരു വെറൈറ്റി റോസാണ് ഈ കാണുന്നത്. അടിപൊളി റോസാണ്, നിറയെ തന്നെ പൂക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടി ഷെയർ തന്നത് കേട്ടോ. അപ്പോൾ ഈ റോസൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളവരുണ്ടാവുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻസ് എന്താണെന്നുള്ളത് അറിയിക്കുക. നിങ്ങളുടെ കയ്യിൽ റോസ് അവൈലബിൾ ആണോ, എങ്ങനെയാണ് ഫ്ലവറിങ് ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെ അറിയിക്കുക. പിന്നെ ഇതിന് നല്ല മുള്ളുകളുള്ളൊരു വെറൈറ്റിയാണ്. ഇഷ്ടംപോലെ മുള്ളുകൾ ഉള്ളൊരു വെറൈറ്റിയാണ്. പിന്നെ നമ്മുടെ 7 days പോലെയൊക്കെ തോന്നുന്ന ടൈപ്പാണ് ഇതിന് വരുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ്. അത്യാവശ്യം വലിയ പൂക്കളാണ്. പിന്നെ പെറ്റൽ കൗണ്ടും ഉണ്ട്. അതുപോലെ നല്ലൊരു ഫ്രാഗ്രൻസും ആയിട്ടുള്ള റോസാണ് ഈ ഒരു ടൈപ്പ്. പിന്നെ നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ വേറൊരു ടൈപ്പാണ്. ഇതിൻ്റെ ഐഡിയോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതും വളരെ റെയറാണ്. നമുക്ക് ഒരുപാട് തൈകളൊന്നും ഇതിൻ്റെ കിട്ടിയിട്ടില്ല. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സെയിലിനായിട്ടിത് വെച്ചിട്ടില്ല. ഇത് കളക്ട് ചെയ്തിട്ട് സെയിലിന് ഇനി എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയെടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങളുടെ ലോഡ് ഇന്ന് ഈവനിങ് ഇവിടെ നിന്ന് കയറത്തേ ഉള്ളൂ. മിക്കവാറും തിങ്കളാഴ്ച നാളെ ഈവനിങ് ആവും നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്ത് ലോഡ് എത്താനായിട്ട്. അപ്പോൾ അതിന് ശേഷം ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് എത്ര വെറൈറ്റീസ്, നമുക്ക് എത്ര എണ്ണം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതെടുത്താൽ മാത്രമേ പിന്നെ സെയിലിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറയാറില്ല, എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. ഗൂഗിൾ പേ നമ്പർ മേടിച്ചിട്ട് പോകും. ചിലർ പേയ്മെൻറ്റ് ചെയ്യും, ചിലർ പേയ്മെൻറ്റ് ചെയ്യില്ല. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും പേയ്മെൻറ്റ് ഇടുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് ചിലപ്പോൾ റോസ് വന്നു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പം ഞാൻ തിരക്കൂടെ ആയതുകൊണ്ട് പേയ്മെൻറ്റ് വന്നാലും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ പ്ലാൻസ് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു മുഷിച്ചിലാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ സെയിലായിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിട്ട് സെയിലിനായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തിങ്കളാഴ്ച ദിവസം കൊറിയർ ഉണ്ടാകത്തില്ല. കാരണം ചൊവ്വാഴ്ച ദിവസം സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് DTDC അവധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം കൊറിയർ ഉണ്ടാവില്ല. ബുധനാഴ്ച ആയിരിക്കും കൊറിയർ അയക്കാം. പിന്നെ അടുത്തത് ഈ ഒരു മിനിയേച്ചർ സുന്ദരിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വല്ലാത്തൊരു പീച്ചും ഓറഞ്ച് ഷെയ്ഡും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നത്. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം സോൾഡ് ഔട്ട് ആയ ഒരു വെറൈറ്റി ആയിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ടൈപ്പാണ് ഫ്ലവറിങ് വരുന്നത്. പീച്ച് വരാം, പിങ്ക് ഷെയ്ഡ് കയറി വരാറുണ്ട്. പിന്നെ പീച്ചും പിങ്കും വൈറ്റും ഒക്കെ ആയിട്ട് കയറി വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഓരോ തവണയും ഓരോ പൂക്കളായിരിക്കും. മിനിയേച്ചർ ടൈപ്പാണ്. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ ഓരോ പറഞ്ഞില്ലേ, ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരിക എന്ന് പറഞ്ഞില്ലേ. ഇത് ഈ ഒരു ഫ്ലവർ കണ്ടോ, ഏകദേശമൊക്കെ ഒരു പിങ്കും ഒക്കെ കയറി വരുന്നതാണ് ഈ ഒരു ടൈപ്പ്. ഈ ഒരു ഫ്ലവർ കണ്ടില്ലേ. ഇങ്ങനെയായിരിക്കും ഫ്ലവറിങ് ആവുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഫ്ലവേഴ്സിൽ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. നിറയെ പൂക്കും. കുഞ്ഞൻ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റീസിനേക്കാളും ഇച്ചിരി നല്ലപോലെ ബ്ലൂം ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പം അവൈലബിൾ ആണ്. വളരെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വേണമെന്നുള്ളവരും നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ. നമ്മുടെ സെയിൽ റിവീൽ ചെയ്യുന്നത് മിക്കവാറും തിങ്കളാഴ്ച അല്ലാന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും. ചൊവ്വാഴ്ച മിക്കവാറും ഈവനിങ്ങേ നമ്മൾ സെയിലിനുള്ളത് നോക്കുകയുള്ളൂ കേട്ടോ. കാരണം രാവിലെ രാവിലെ മിക്കവാറും അടുക്കി പറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആയിരിക്കും കേട്ടോ നമ്മൾ സെയിലിടുക. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഒരു ഓറഞ്ചും മഞ്ഞയും ഒക്കെ ആയിട്ട് ഒരു മിനിയേച്ചറിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുണ്ട്. എന്നാൽ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതും
റെയർ ടൈപ്പ് തന്നെയാണ്. നമുക്ക് ഒരുപാട് തൈകൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഏകദേശം ഒരു 7-8 തൈകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ. വളരെ വെറൈറ്റിയാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റീസൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാർട്ടിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. കാർട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ത്രൂ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴല്ല, ചൊവ്വാഴ്ചയാവും കേട്ടോ സെയിലിന് വരുമ്പോൾ. മാക്സിമം ഞാൻ നോക്കട്ടെ, കാരണം തിങ്കളാഴ്ചയ്ക്കാണോ നാട്ടിലെത്തുള്ളൂ. തിങ്കൾ ചൊവ്വയാവും ചിലപ്പോൾ, കൺഫേം അല്ല, കാരണം ഇതുവരെ വണ്ടി എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. ഒരുപാട് പ്ലാൻസ് ഒന്നും പർച്ചേസിനായിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കോംബോ, നമ്മൾ 10 പ്ലാൻസിൻ്റെ ഒരു കോംബോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോംബോയ്ക്ക് ഇപ്പം തന്നെ വാട്സപ്പിനകത്ത് മെസ്സേജസ് വരുന്നുണ്ട്, അതുപോലെ കോൾസും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരുടെ പറഞ്ഞു അതായിട്ടില്ല, 2 ഡേയ്സിലേ ആവുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ ഇത് ബട്ടർഫ്ലൈ റോസാണ്, സിംഗിൾ പെറ്റൽ റോസാണ്. ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നിറയെ പൂക്കളും മൊട്ടുകളോട് കൂടിയ വലിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഗാർഡനിലൊക്കെ എന്നും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് ഇത്. ഇതുപോലെ ആയിരിക്കും പൂത്ത് നിൽക്കുക. മറ്റു റോസ് പ്ലാന്റ്സിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇഷ്ടപ്പെടുന്നവർ കൂടുതലാണ്. ഇതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നൊരു ടൈപ്പാണ്. ഇപ്രാവശ്യം നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ള പ്ലാന്റ്സ് ഇച്ചിരി വലിയ പ്ലാന്റ്സാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇത്തവണ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നിറയെ പൂക്കളും മുട്ടുകളും, തേനീച്ചകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തേൻ കുടിക്കാനായിട്ട് ഇഷ്ടംപോലെ തേനീച്ചകൾ ഇതിൻ്റെ ചുറ്റിനും പാറിപ്പറന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേ കണ്ടില്ല, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അതേ ഒരു ഉറുമ്പൊടി പോകുന്നുണ്ട്. വളരെ മനോഹരമായ കുഞ്ഞു പൂക്കളാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതിൻ്റെ നാടൻ ബഡ്ഡിങ് ആയിട്ടുള്ള തൈകളാണ്. നിറയെ ബഞ്ചായിട്ട് പൂക്കും. ഒരു ബ്രാഞ്ചിൽ തന്നെ ഏകദേശം 5, 6, 7 പൂക്കൾ, 7 അല്ല അതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്ന ടൈപ്പാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. അടിപൊളി വെറൈറ്റിയാണ്, നല്ല വലിപ്പമുള്ള തൈകളാണ് ഇപ്പം നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ വാട്സപ്പ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് എപ്പോൾ വന്നാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോകുന്നൊരു ഐറ്റമാണ് മാംഗോ യെല്ലോ എന്ന് പറയുന്നത്. ഇത്തവണയും മാംഗോ യെല്ലോയുടെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എത്ര തൈകൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോവും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഈ മാംഗോ യെല്ലോ. അപ്പോൾ ഇത് വേണ്ടവരും വാട്സപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഗാർഡനിലെ മാറ്റി കൂട്ടാനായിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് അത് ഈ ഒരു പീസ് ആൻഡ് ലവ് റോസ്. സമാധാനത്തിൻ്റെ റോസ് എന്നറിയപ്പെടുന്ന പീസ് ആൻഡ് ലവ് നമുക്ക് ഓരോ തവണയും ഓരോ പൂക്കൾ തന്ന് സന്തോഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുവന്ന സുന്ദരിയാണ് നമ്മുടെ റെഡ് പിനാക്കിയോ റോസ്. റെഡ് പിനാക്കിയോ നമുക്ക് ഉള്ളവർക്കറിയാം, നമ്മുടെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല, എന്നും പൂക്കൾ തന്ന് സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഗാർഡനിൽ പൂക്കൾ ഒഴിഞ്ഞു നിൽക്കാത്തൊരു ഐറ്റമാണ് ഈ ഒരു റെഡ് പിനാക്കിയോ. നമ്മുടെ പൂക്കളുടെ രാജകുമാരി എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാൻ. നിറയെ മുള്ളുകളും അതിൻ്റെ മൊട്ടുകൾക്കും ഒക്കെ പ്രത്യേക ഭംഗിയാണ്. ഇലകളൊക്കെ ആയാലും നല്ലൊരു റൗണ്ട് ഷേപ്പിന് വന്നിട്ടുള്ള ഇലകളാണ്. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് റെഡ് പിനാക്കിയോ എന്ന് പറയുന്നത്. റെഡ് പിനാക്കിയോയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്തേക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ കുഞ്ഞൻ മഞ്ഞ മിനിയേച്ചർ ടൈപ്പാണ്. ഇതും ഇതുപോലെ ബഞ്ചായിട്ട് തന്നെ പൂക്കും, നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ പൂക്കുന്ന കുഞ്ഞൻ മഞ്ഞ റോസാപ്പൂക്കളുടെ തൈകളാണ്. നമ്മുടെ മാംഗോ യെല്ലോ നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ പെറ്റിലൊക്കെ കണ്ടില്ലേ, ഒരു കൂർത്ത പെറ്റൽ ടൈപ്പൊക്കെയാണ്. നല്ല അടിപൊളിയാണ് ഈ ഒരു വെറൈറ്റിയും. നിറഞ്ഞു പൂക്കും. നമ്മുടെ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും പൂക്കൾ തരും, പക്ഷേ നമ്മൾ കുറച്ച് കെയർ കൊടുക്കണം. എല്ലാ വീഡിയോസിലും പറയും നമ്മൾ ചുമ്മാ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഫ്ലവറിങ് ഉണ്ടാവില്ല. നമ്മൾ അതിന് കൊടുക്കേണ്ട കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വളർന്നു വരുള്ളൂ. അതിനാവശ്യത്തിന് പ്രൂൺ ചെയ്ത് കൊടുക്കുക, വളങ്ങൾ കൊടുക്കുക, 15 ദിവസം കൂടുമ്പോൾ വളങ്ങൾ കൊടുക്കുക, ഫംഗിസൈഡ് കൊടുക്കുക, പെസ്റ്റിസൈഡ് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ മുമ്പ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റോസിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ റോസിൻ്റെ ബൂസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ റോസിന് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള വളമാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. റോസ് ബൂസ്റ്ററാണ്. അതും നമുക്ക് ഈ ഒരു പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നെയുള്ളത് മാർഗോ കോസ്റ്ററിൻ്റെ മിനിയേച്ചർ മാർഗോ കോസ്റ്ററാണ്. നല്ല അടിപൊളി വെറൈറ്റിയാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കോംബോ ഓഫർ വരുന്നുണ്ട്. 5 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ്, ഓൺ റൂട്ടഡ് കോംബോ. അതെല്ലാം മെയിനായിട്ട് വരുന്നത് നമ്മുടെ മാർഗോ കോസ്റ്ററിൻ്റെ മിനിയേച്ചർ ടൈപ്പും ഓർക്കിഡ് റോസും. ഈ 2 ആൾക്കാരെ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി 3 പേര് ആരാന്നുള്ള സർപ്രൈസാണ്. അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം അന്നേരം തന്നെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ.
പിന്നെയുള്ളത് ദേ നമ്മുടെ കമ്മൽ റോസാണ്. പേർഷ്യൻ വൈറ്റ് ആണ്. നല്ല അടിപൊളിയാണ്. ഇതുപോലെ ആയിരിക്കും ഇത് ഫ്ലവറിങ് ആവുക. സിംഗിളായിട്ടും ഫ്ലവറിങ് ആവാറുണ്ട്, ബഞ്ചസ് ആയിട്ടും ഫ്ലവറിങ് ആവാറുണ്ട്. നല്ല അടിപൊളി വെറൈറ്റിയാണ്. നിറയെ പൂക്കൾ തരും. വെള്ള മാലകം, വെള്ള നക്ഷത്രങ്ങൾ എന്ന് തന്നെ പറയാം. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫൊക്കെ വന്നിട്ട് ഡാർക്ക് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഡാർക്ക് ഗ്രീനാണ്. നല്ല വെറൈറ്റിയാണ്. ഗാർഡനിലൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് മസ്റ്റായിട്ട് മേടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്